സാറ് കുറെ യാത്ര ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു ചോദ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ +1 വിദ്യാർത്ഥികൾ ഗായത്രി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ എന്ത് ചൂസ് ചെയ്യണം അങ്ങനെ ഒരു പ്രഷർ ഉണ്ട്. ആൻഡ് വി ആർ ഓൾ കൺഫ്യൂസ്ഡ്. ബട്ട് എനിക്കുള്ള ഒരു ജീവിതത്തിൽ ചെയ്യണം എന്നുള്ളത് കുറേ യാത്ര ചെയ്യണമെന്നുണ്ട് എനിക്ക്. പക്ഷെ അതെൻ്റെ സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻസ്, എൻ്റെ ഫാമിലിക്ക് എന്നോടുള്ള എക്സ്പെക്റ്റേഷൻസ്, അതൊന്നും എനിക്കത് ചെയ്താൽ സാധിക്കാൻ പറ്റില്ല. കാരണം ഒരു സ്റ്റേബിൾ ഇൻകം ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് എനിക്ക് ഇങ്ങനെ കോളേജ് പഠിക്കാനും ഇങ്ങനെ ഞാനും സയൻസാണ് എടുത്തത്. പക്ഷെ ഇതിനേക്കാളും എനിക്ക് യാത്ര ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ പേടിയാണ്. ഇപ്പം ഞാൻ ഒരു സ്റ്റേബിൾ ഇൻകം ഉണ്ടാക്കി ഒരു ജോലി എടുത്ത് അതൊക്കെ കഴിഞ്ഞ് മാറ്റി വെച്ചാൽ ഞാൻ അപ്പോഴേക്കും മടിച്ചു പോയാലോ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. സോ സാർ എങ്ങനെയാണ്? ഈ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരോടൊക്കെ ഞാൻ പറയാറുള്ളൊരു കാര്യം, എല്ലാം സെറ്റിലായിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. അങ്ങനെ ഒന്നില്ല. ഞാൻ 2000-ലാണ് ആദ്യമായിട്ട് ഹിമാലയത്തിൽ പോകുന്നത്. അതായത് 25 വർഷം മുൻപ്. 25 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് ഹിമാലയത്തിലേക്ക് പോകുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട്, ഒരുപക്ഷെ കഴിഞ്ഞ 15 വർഷമായിട്ടാണ് കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ഈ പ്രളയവും കൊറോണയും കഴിഞ്ഞതിന് ശേഷം ധാരാളം ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇനിയൊന്നും ആലോചിച്ചിരുന്നിട്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മളുടെ ലൈഫ് പരമാവധി നമ്മളുടെ സന്തോഷത്തിന് ഉതകുന്നതും കൂടി ആക്കി തീർക്കണം എന്ന് തീരുമാനിച്ച് ധാരാളം യാത്ര ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാം. ഇപ്പോൾ യാത്രാ ഗ്രൂപ്പുകൾ ഒരുപാട് കൂടി. പ്രായമായ സ്ത്രീകൾ, 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ 12 പേര് ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു. 60 വയസ്സ് കഴിഞ്ഞ 12 സ്ത്രീകൾ ഒരുമിച്ച്, വേറെ ആരുമില്ലാതെ അവർ മാത്രം ഹിമാലയത്തിൽ പോയി വന്നു. വീട്ടുകാരുടെ മുഴുവൻ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. മക്കളുടെ, പേരക്കുട്ടികളുടെ എല്ലാം എതിർപ്പുണ്ടായിരുന്നു. അതൊന്നും അവർ വകവെച്ചില്ല. അതുകൊണ്ട് യാത്ര ചെയ്യാൻ കൊതിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ ഒന്നും മാറ്റി വയ്ക്കരുത്. ഇപ്പം നമ്മൾ ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു സൈലൻസ് ഉണ്ട്, ഒരു മൗനം. അതുപോലെ ആയിരിക്കണം നമ്മളുടെ എല്ലാ സന്തോഷങ്ങളെയും നമ്മൾ കണ്ടെത്തേണ്ടത്. പിന്നെ പെൺകുട്ടികൾ എന്നോട് ഇഷ്ടം പോലെ ചോദിക്കും, യാത്ര നമ്മളുടെ ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ യാത്ര ചെയ്യാൻ പ്രയാസമല്ലേ? തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പ്രയാസം തന്നെയാണ്. പക്ഷെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, പൊതുവെ പറയുകയാണെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്കുണ്ടാവണം, ഒരു ജോലി ഉണ്ടാവണം. അപ്പോൾ ഇപ്പം നന്നായിട്ട് പഠിക്കുകയും ഒരു ജോലി കണ്ടെത്തുകയും ചെയ്ത് ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ തന്നെ യാത്ര പോയി തുടങ്ങണം. അല്ലാതെ എല്ലാം ഇങ്ങനെ കൂട്ടിവെച്ച് അങ്ങനെ ഒരു സമാധാനം ആർക്കും ഉണ്ടാവില്ല. ഞാൻ ഒരു ഹിമാലയത്തിൽ ആദ്യം പോയപ്പോൾ യമുനോത്രിയിൽ വെച്ചിട്ട് ബംഗാളിൽ നിന്ന് വന്ന ഒരു ഫാമിലീനെ പരിചയപ്പെട്ടു. ഒരു അച്ഛൻ, അമ്മ, അവരുടെ അച്ഛനും അമ്മയും അവരുടെ 5 മക്കളും, 9 പേര് യാത്ര ചെയ്യണം. യമുനോത്രിയിലേക്ക് യാത്ര ചെയ്യണം. വളരെ ഹാപ്പി ആയിട്ടാണ് യാത്ര. അവർ വന്നിട്ടുള്ളത് ഒരു മിനി വാനിലാണ്. ആ വാനിലാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും എല്ലാം ഉണ്ട്. ഫാമിലി യാത്രയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അവർ പറഞ്ഞു, ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ കുടുംബം സമേതം എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു റിച്ചായിട്ടുള്ള ഫാമിലി ആയിരിക്കും. അവർ ബംഗാളിലെ ഒരു സാധാരണ കർഷകരാണ്. ചെറിയൊരു വീട്. അവർ ദിവസവും അവരുടെ വരുമാനത്തിൽ നിന്ന് 20 രൂപ മാറ്റിവെക്കും. അന്ന് 20 രൂപ മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച് ഒരു വർഷമാകുമ്പോൾ ആ പൈസയായിട്ടാണ് ഇവർ യാത്ര പോകുന്നത്. പക്ഷെ ആ യാത്ര, ഇത്രയും സന്തോഷത്തിൽ യാത്ര ചെയ്യുന്ന ആരെയും ഞാൻ അപൂർവമായിട്ട് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ ആകാശം മുട്ടുന്ന ബംഗ്ലാവുകൾ പണിയുന്നു, 5-6 കാറുണ്ട്,
പക്ഷെ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മനുഷ്യരിൽ ഈ സ്ഥിരം പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ പാർക്കിൽ പോവും. അവിടെ പോയിട്ടൊന്ന് കറങ്ങും, രാത്രി മുഴുവൻ കിടന്ന് ഉറങ്ങും, എന്നിട്ട് എണീറ്റ് വരും. ഇതാണ് നമ്മുടെ ടൂറ്. ഇവരങ്ങനെയല്ല. ഞാൻ ഇവരെ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പ്രധാനപ്പെട്ട ആൾക്കൂട്ടുള്ള സ്ഥലത്തല്ല ഇവർ പോണേ. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് കുറച്ച് സഞ്ചരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഇവർ ആൾത്തിരക്കില്ലാത്ത മലകളിലേക്ക് നടന്നു പോവുക, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു തുണി വിരിച്ചിരിക്കുക, എന്നിട്ട് ഒരാളുടെ കയ്യിൽ ചെറിയൊരു മിനി ഗ്യാസ് സിലിണ്ടറൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ചായ ഉണ്ടാക്കുക, വട്ടത്തിലിരിക്കുക, ഒരുമിച്ചിരുന്ന് പാട്ട് പാടുക. അവർ പാട്ട് പാടി വീണ്ടും നടക്കുക. വളരെ സാധാരണ കർഷക കുടുംബത്തിലെ ആ കുടുംബം എത്ര ഹെൽത്തി ആയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ഹ്യൂമൻ ബോഡി, നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇവോൾവ് ചെയ്ത് വന്ന ഒരു ഹിസ്റ്ററി, നമ്മുടെ എവല്യൂഷൻ പഠിച്ചാൽ നമുക്കൊരു സ്ഥലത്ത് അധിക സമയം തങ്ങി നിൽക്കുന്നത് ഇഷ്ടമല്ല ശരീരത്തിന്. അത് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു കോമ്പൗണ്ടിൽ, വീടിൻ്റെ ഒരു കോമ്പൗണ്ടിൽ നമ്മൾ സ്ഥിരം താമസിക്കേണ്ടി വന്നാൽ നമ്മളുടെ ശരീരം വിരസമാവും. അതുകൊണ്ട് വർഷത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ സ്ഥിരം കാണുന്ന മുഖങ്ങൾ കാണാത്ത, സ്ഥിരം കാണുന്ന സ്ഥലങ്ങൾ കാണാത്ത ഇടങ്ങളിലേക്ക് നമ്മളുടെ ശരീരത്തെ കൊണ്ടുപോകണം. നമ്മളുടെ ശരീരം അനുഭവിക്കുന്ന ഒരുപാട് പ്രഷറുകളിൽ നിന്ന്, ഈ മനസ്സെന്ന് പറയുന്നത് ശരീരം തന്നെയാണ് കേട്ടോ. സട്ടിലസ്റ്റ് ഫോം ഓഫ് ബോഡി ആണ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ബോഡി അനുഭവിക്കുന്ന, നമ്മളുടെ മനസ്സ് അനുഭവിക്കുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രഷറുകളിൽ നിന്ന് നമുക്ക് പുറത്തു വരാനുള്ള എളുപ്പവഴി ബാങ്ക് ബാലൻസ് കൂടുന്നത് എളുപ്പവഴിയല്ല. നമ്മളുടെ ബോഡിയെ സ്ഥിരം പരിചയിച്ച സ്ഥലത്തു നിന്ന് മാറ്റി നിർത്തുക എന്നതാണ്. ഇപ്പം കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും കേരളത്തിൻ്റെ വെളിയിൽ പോയി 2-3 ദിവസം കഴിഞ്ഞ് വരണം. ഒരു ട്രെയിൻ കയറി പോയാലും മതി. അത് നമുക്ക് നമ്മളുടെ പ്രഷറിനെ, നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കും. ഇതൊന്നും നമ്മൾ പൈസ ഉണ്ടാക്കി പ്രായമായിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാനില്ല. പ്രായമായ പിന്നെ മരിക്കുകയാണ് വേണ്ടത്, യാത്ര പോവുകയല്ല വേണ്ടത്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതാണ്, സമയമുണ്ടാക്കി ചെയ്യേണ്ടതാണ്. ഞാൻ ഈ ഫാമിലീനെ കണ്ടതിന് ശേഷം നാട്ടിൽ വന്ന് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളുടെ ഫാമിലീനെയും തള്ളിവിടുമായിരുന്നു എവിടേക്കെങ്കിലും. ചിലവൊന്നുമില്ലാതെ യാത്ര ചെയ്യാവുന്ന സാധ്യത ഇന്നുണ്ട്. സ്റ്റാർ ഹോട്ടലിലൊന്നും പോയി താമസിക്കരുത്. നമ്മൾ വീട്ടിൽ കോടികൾ ചിലവഴിച്ച് വീടുണ്ടാക്കി സാധാരണ സ്ഥലങ്ങളിൽ പോയി താമസിക്കണം. സാധാരണ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം. ചെറിയ ചിലവേ വരും. ഞാൻ എല്ലാവരോടും പറയാറുള്ളൊരു കാര്യം, ബാംഗ്ലൂർ പോയി വരുന്ന അത്ര പൈസ വേണ്ട ഹിമാലയത്തിൽ പോയി വരാൻ. എല്ലാവരും പറയും ഹിമാലയത്തിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായിന്ന്. ഒരാവശ്യമില്ല. ഇഷ്ടംപോലെ ആശ്രമങ്ങളുണ്ട്, എവിടെ പോയാലും താമസിക്കാൻ മുറി തരും. ഏറ്റവും കുറച്ച് ലഗേജും ഏറ്റവും ലളിതമായ സൗകര്യങ്ങളും മതി എന്ന് തീരുമാനിച്ച് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ യാത്ര ആസ്വദിക്കാൻ പറ്റൂ. ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, എൻ്റെ മൊബൈൽ ബാഗ് എവിടെയെങ്കിലും ഒന്ന് വെക്കണം. അങ്ങനെ ഞാൻ ആ മൊബൈൽ അവിടെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ മൊബൈൽ അവിടെ വെച്ചപ്പോൾ തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമായി. കാരണം എപ്പോഴും എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂടെ വന്നിരിക്കുമ്പോൾ എത്ര എനിക്ക് എൻ്റെ കയ്യിലുള്ള ഭാരം കുറച്ചിവിടെ വന്നിരിക്കാമോ അത്രയും ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് ഇടപഴകുന്ന ഈ യാത്ര കുറച്ചും കൂടി ശാന്തമാവും. പിന്നെ വലിയ വലിയ യാത്രകൾ പ്ലാൻ ചെയ്യരുത്. ആദ്യം നമ്മുടെ യാത്ര, ഇപ്പം നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു യാത്ര, ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്തത് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട്ടേക്ക് വരിക ചെയ്തു. ആദ്യത്തെ എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്ര. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൃശ്ശൂർ പോയി ട്രെയിൻ കയറി കോഴിക്കോട് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോയി. അന്ന് ഞാൻ അമേരിക്കയിൽ പോയി വന്ന പോലത്തെ സന്തോഷമായിരുന്നു. ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ടാണ് യാത്ര. പുതിയ ആളുകൾ, പുതിയ മനുഷ്യർ, പുതിയ പ്രകൃതി. ഒരാഴ്ച നീണ്ടു നിന്നു ആ സന്തോഷമുള്ളിൽ. അതുകൊണ്ട് ദൂരങ്ങളിലേക്ക് സ്വിറ്റ്സർലൻഡിൽ പോവുക,
അമേരിക്കയിൽ പോവുക, ഓസ്ട്രേലിയയിൽ പോവുക, അങ്ങനെയല്ല. നമ്മളുടെ വീടിൻ്റെ അടുത്ത പരിസരത്തുള്ള പ്രകൃതി മനോഹരമായ ഇടങ്ങളിലേക്ക് പോയി വരിക എന്ന് പറയുന്നത് സൈക്കിൾ ചവിട്ടിയിട്ടോ ബസ് കയറിയിട്ടോ ട്രെയിൻ കയറിയിട്ടോ പോയി വരിക, നമ്മളുടെ പരിസരം വിട്ടിട്ടൊന്ന് പോയി വരിക. നമ്മുടെ ടെറിട്ടറി വിട്ട് പുറത്ത് പോകുമ്പോൾ റിഫ്രഷ് ആകുന്ന സിസ്റ്റമാണ് നമ്മുടെ ബോഡി. എപ്പോഴും നമ്മൾ നമ്മളുടെ ടെറിട്ടറികൾ ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ആശയങ്ങളുടെ, സൗഹൃദങ്ങളുടെ, നമുക്ക് 2 നല്ല സുഹൃത്തുക്കളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ മനുഷ്യരുടെ മുഖത്ത് പോലും നോക്കില്ല, അവർ നല്ല യാത്രികരല്ല. പരമാവധി സൗഹൃദങ്ങളെ ഉണ്ടാക്കുക, എവിടെയും കെട്ടിക്കിടക്കാതിരിക്കുക. അതുകൊണ്ട് നല്ലൊരു യാത്രികനാവാൻ ആദ്യം ചെയ്യേണ്ടത് വീടിൻ്റെ വേലിക്ക് പുറത്തേക്ക് എവിടേക്കെങ്കിലും ഇറങ്ങി നടക്കുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും. പിന്നെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും പ്രകൃതി മനോഹരമായ സ്ഥലത്ത്, നമുക്ക് ഒറ്റയ്ക്ക് പോയി വരാവുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി വരിക. വല്ലപ്പോഴും ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. നമ്മളൊരു ചെറിയ ദൂരം രാവിലെ പോയി ഒരു വൈകുന്നേരം തിരിച്ചു വരാവുന്ന രീതിയിൽ ട്രെയിനിലിരുന്ന് വെറുതെ മൊബൈലൊന്നും ഇല്ലാതെ പോകണം, പോയി വരിക. യാത്രയ്ക്ക് ദൂരങ്ങളില്ല. നമ്മുടെ വീടിൻ്റെ മതിൽക്കെട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയം മുതൽ നമ്മൾ യാത്രികരാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മൾ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ യാത്ര ചെയ്തിട്ടാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഉള്ളിൽ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് ടൂറിസ്റ്റ് ഗൈഡൊക്കെ നോക്കി ഏതോ ദൂരത്തുള്ളൊരു സ്ഥലത്ത് റൂമൊക്കെ ബുക്ക് ചെയ്ത് പോയി കണ്ട് തിരിച്ചു വരുന്നതാണ് യാത്ര എന്നാണ്. ഒരിക്കലും അല്ല. നമ്മൾ ദിവസവും യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ യാത്ര ഫീൽ നമുക്ക് കിട്ടാത്തത് നമ്മൾ യാത്ര ചെയ്യുന്ന ചുറ്റുപാടുകൾ നമ്മൾ കാണാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് കണ്ണ് തുറന്നിരുന്ന് കാത് തുറന്നിരുന്ന് നമ്മൾ നടക്കാൻ തുടങ്ങിയാൽ ജീവിക്കുന്ന ഓരോ നിമിഷവും യാത്രയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്നുണ്ട്, ആ യാത്ര എനിക്കൊന്നുകൂടി വികസിപ്പിക്കണം എന്ന് പറയുന്നവരായിട്ട് നമ്മൾ മാറും. സാർ കുറേ യാത്ര ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ സാറിൻ്റെ മനസ്സിൽ വന്ന ഒരു സന്തോഷമോ അല്ലെ ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റിയ ഒരു ഓർമ്മ സാറ് ബുക്കിൽ കവിതയായിട്ടോ കഥയായിട്ടോ എഴുതിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ഓർക്കുന്ന എൻ്റെ ഒരു അനുഭവം, ഹിമാലയത്തിൽ തപോവനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അത് ഗംഗ ഉത്ഭവിക്കുന്ന സ്ഥലമാണ് ഗോമുഖ്. അപ്പോൾ നമ്മൾ ആദ്യം ഗംഗോത്രിയിൽ ഋഷികേശിൽ പോകും, അവിടുന്ന് ബസ് കയറി ഗംഗോത്രിയിൽ പോകും. ഗംഗോത്രിയിൽ നിന്ന് 26 കിലോമീറ്റർ നടന്നാലാണ് ഗോമുഖിലെത്തുക. ഗോമുഖ് എന്ന് പറയുന്നത് ഒരു ഗ്ലേഷ്യേഴ്സാണ്, അതായത് ഈ ഐസും മണ്ണും കല്ലും ഒക്കെ കലർന്നുണ്ടായിട്ടുള്ളതാണ് ഗ്ലേഷ്യർ. അതിൻ്റെ മുകളിലൂടെ നടന്നിട്ട് വേണം 4 കിലോമീറ്റർ കയറിയാലാണ് തപോവനം. അവിടെയൊക്കെ എപ്പോഴും ഇടിഞ്ഞു വീഴുന്ന സ്ഥലമാണ്. അപ്പം ഞാനും എൻ്റെ സുഹൃത്ത് ആയിട്ടാണ് ആ മുകളിലേക്ക് പോകുന്നത്, ഗായത്രി എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത്. അങ്ങനെ ഞങ്ങൾ തപോവനത്തിൽ പോയി. അപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് പോകുന്നത്, ആദ്യത്തെ യാത്രയാണ്. ഇപ്പം കാലൊക്കെ പൊട്ടി, കാലിൽ നിന്നൊക്കെ ചോര ഒലിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഒരു കരിങ്കല്ല് കൊണ്ടുള്ള ഒരു ചെറിയ കുടിൽ കെട്ടി ഒരു ബാബ താമസിക്കുന്നുണ്ട് എന്ന് താഴെ നിന്ന് ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കയറി നടന്ന് ചെല്ലുമ്പോൾ ഈ ബാബ ഒരു കരിമ്പടൊക്കെ പുതച്ച് ആ കുടിലിൻ്റെ പുറത്ത് ഒരു കല്ലിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ആളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമാധാനമായി, കാരണം ഇനി വെള്ളം കിട്ടും, ഭക്ഷണം കിട്ടും. പക്ഷെ ഞങ്ങളെ കണ്ടതും ആൾ നേരെ എണീറ്റ് അകത്തേക്ക് പോയി. അപ്പോൾ ഉള്ളിൽ ഭയങ്കര ദേഷ്യമായി, എന്തൊരു മനുഷ്യനാണ് ഇയാൾ, എന്തൊരു ബാബയാണ്, ഇങ്ങനെ ആളുകളെ കാണുമ്പോൾ ഉള്ളിലേക്ക് എണീറ്റ് പോകുന്നവരുടെ ഉള്ളിൽ നമ്മളെങ്ങനെയാണല്ലോ, കണ്ട ഉടനെ പ്രതികരിക്കും. പക്ഷെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. ഞങ്ങൾ നടന്ന് ആളിരുന്നിരുന്ന കരിങ്കല്ല് കൊണ്ടുള്ള ബെഞ്ചിൽ അവിടെ പോയിട്ട് ഞങ്ങൾ ഇരുന്നു. നന്നായി ക്ഷീണമുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു പിടിയില്ല, അവിടെ ആരുമില്ല. അന്നാണെങ്കിൽ ആ തപോവനത്തിലേക്ക് കയറിയിട്ടുള്ളത് 6 പേരാ, അതിൽ ആദ്യം എത്തിയത് ഞങ്ങളാണ്, ബാക്കിയുള്ളവർ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇനി എന്ത് കിട്ടും, ഭക്ഷണം കിട്ടും, ഒരു സാധ്യതയില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങ് ഇറങ്ങി വന്നു. അപ്പം അതിൽ ഈ കടല പുഴുങ്ങിയതും പിന്നെ ചായയും ചൂടുവെള്ളമാണ് ഞങ്ങൾക്കുള്ളത്. ഒന്നും സംസാരിക്കുന്നില്ല. അപ്പം അദ്ദേഹം ഞങ്ങൾക്ക്
ചൂടുവെള്ളം തന്നു. ആദ്യം ചൂടുവെള്ളം കുടിക്കാൻ പറഞ്ഞു, ചായ കുടിച്ചു, കടല കഴിച്ചു, പിന്നെ കുറച്ച് വെള്ളം പുറത്തുണ്ടായിരുന്നു, അതുകൊണ്ട് കാല് കഴുകാൻ പറഞ്ഞു. അപ്പോൾ ഇളം ചൂട് വെള്ളം അത് കാലിലൊഴിച്ചപ്പോൾ ഈ കാലൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മളൊരു ഇത്രയും സ്വാദോടെ ഇത്രയും തൃപ്തിയോടെ ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം നേരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് ഞങ്ങളെ വാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് 2 കട്ടിൽ കാണിച്ചു തന്നു. ഇതാണ് നിങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലം. അപ്പോൾ അവിടെ കമ്പിളി ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബെഡിൽ ഒരു 15ഓളം കമ്പിളിയുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, രാത്രി കിടക്കുമ്പോൾ ഈ മുഴുവൻ കമ്പിളി പുതയ്ക്കണം, അല്ലെങ്കിൽ തണുത്ത് വിറച്ച് മരിച്ചു പോകും. അത്രയും തണുപ്പാണ്, മൈനസാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും ഇതൊന്നും നമ്മളോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത്. അവസാനം ഞങ്ങൾ അവിടെ പോയി മുഴുവൻ കറങ്ങി തിരിച്ചു വന്ന് അവിടെ 2 ദിവസം താമസിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും, ഹിമാലയത്തിൽ പോയിട്ട് തനിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, ഹിമാലയത്തിൽ പോയിട്ട് പ്രധാനമായിട്ടുണ്ടായ 2 മാറ്റം, ഈ ബാബയെ കണ്ടുമുട്ടിയതിന് ശേഷം ഉണ്ടായ 2 മാറ്റങ്ങളുണ്ട്. ഒന്ന്, ഞാനൊരു ആശ്രമമാണ്. കാരമടയിൽ ഒരുപാട് ആളുകൾ വരും. അപ്പോൾ ഈ ബാബയെ കാണുന്നതിന് മുൻപ് ഉച്ചയ്ക്ക് ആരെങ്കിലും ആശ്രമത്തിലേക്ക് വന്നാൽ, ഉച്ച സമയത്ത് വന്നാൽ, ഞാൻ അവരോട് ചോദിക്കും, ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കും. ഈ ബാബയെ കണ്ടതിന് ശേഷം അത് ഞാൻ ചോദിക്കാറില്ല. അവരെ നേരെ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കും. അപ്പം അവർ പറയും ഭക്ഷണം കഴിച്ചു. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സാധാരണ ചോദിക്കും, ഇന്ന് രാത്രി ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ബാബയെ കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. ആര് വന്നാലും നേരെ റൂമിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയും, റൂം ഇവിടെ ഉണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ വെച്ചോളൂ എന്ന് പറയും. അപ്പോഴവർ പറയും, ഇല്ല, ഞങ്ങൾ താമസിക്കുന്നില്ല എന്ന്. അതായത് നമ്മളുടെ അടുത്ത് വരുന്ന ആളോട് ആവശ്യങ്ങൾ ചോദിക്കാതെ തന്നെ അറിഞ്ഞ് നിവർത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് റിയൽ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി എന്നെ പഠിപ്പിച്ചത് ആ ബാബയാണ്. ഇന്നും ഞാൻ എപ്പോഴും ഒരാളോട് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം മുമ്പിൽ വരുന്ന ആളുടെ പ്രയാസം അയാൾ പറയാതെ തന്നെ കണ്ടെത്താനുള്ള വഴി അന്വേഷിക്കുന്ന ഒരു മനസ്സ് എനിക്ക് തന്നത് ബാബയാണ്. ഒരുപക്ഷെ ഹിമാലയത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുരുതുല്യനായ ഒരു മനുഷ്യനായിട്ട്, ഒരു ഗുരു സാന്നിധ്യമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നത് ആ ബാബയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ന്യൂസ് നോക്കുകയാണെങ്കിൽ, കുറേ വാറ്, അതേപോലെ അഹമ്മദാബാദിലുണ്ടായിരുന്ന പ്ലെയിൻ ക്രാഷ്, അതിലൊക്കെ കുറേ സ്വപ്നങ്ങളും ഹോപ്സും ഡ്രീംസും ആയിട്ട് ട്രാവൽ ചെയ്യാൻ വിചാരിക്കുന്ന ആൾക്കാർ ഡ്രീം അച്ചീവ് ചെയ്യാനായി എന്ന് തോന്നുമ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു തടസ്സം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാതാവുമ്പം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ പുതിയ തലമുറയിലുള്ളവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറവാണെന്നുള്ളതാണ്. ഈ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണിച്ചു പോവുക, തകർന്നു പോവുക, തളർന്നു പോവുക, ലോസ്റ്റായി പോവുക. ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂട്ടാനുള്ള ഒരേ ഒരു വഴി, പ്രധാനപ്പെട്ട ഒരു വഴി, ധ്യാനിക്കലും പ്രാർത്ഥിക്കലും ഒന്നുമല്ല, ചെറിയ പ്രായത്തിൽ തന്നെ അവരവരുടെ കാര്യങ്ങൾ അവരവർ ചെയ്യുക എന്നുള്ളതാണ്. പാത്രം കഴുകി വയ്ക്കുക, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക, നമ്മളുടെ റൂം വൃത്തിയാക്കി വയ്ക്കുക, പുസ്തകങ്ങൾ അടക്കി വയ്ക്കുക. നമ്മൾ താമസിക്കുന്ന മുറിയെ എപ്പോഴും ഒരു വ്യവസ്ഥ ഉള്ളതാക്കി വയ്ക്കുക. എല്ലാറ്റിനും അതിൻ്റെ സ്ഥാനത്ത് കൃത്യമായി വെച്ചുകൊണ്ടിരിക്കുക. പണ്ട് ഗുരു പറയും, ചെറിയ കുട്ടികളെ കൊണ്ട് ബെഡ്ഷീറ്റ് മടക്കി വെപ്പിച്ചാൽ മതി, ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂടുമെന്ന് പറയും. പിന്നെ മാത്രമല്ല, നമ്മൾക്ക് എപ്പോഴും ഈ നമ്മളുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറത്തുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും ഈ റിയാലിറ്റി എന്ന് പറയുന്നതിനേക്കാൾ ഫാൻറ്റസിയുടെ ലോകത്ത് കൂടുതൽ ജീവിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് കൂടിയിട്ടുണ്ട്. തെറ്റൊന്നുമല്ല അത്. കാരണം പുതിയ കാലത്ത് ഒരു ഫാൻറ്റസിയുടെ ഒരു ലോകം ഉണ്ടാകുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ റിയലിസ്റ്റിക് ആവുക എന്ന് പറയുന്ന ഒരു വെളിച്ചത്തിലേക്ക് നമ്മൾ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ടായിരിക്കണം വിണ്ണിനെ പുൽകേണ്ടത് എന്ന് പണ്ടത്തെ ആളുകൾ പറയും. അതുകൊണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്
നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. വലിയ സ്വപ്നങ്ങൾ കാണുമ്പോഴും ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക എന്ന് പറയുന്ന നമ്മളുടെ വളരെ ജൈവികമായിട്ടുള്ളൊരു ക്വാളിറ്റി നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക എന്നുള്ളത് നമുക്ക് ലോസ്റ്റ് ആവാതിരിക്കാൻ നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന മനസ്സ് എവിടെയോ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുറിയിൽ നിന്ന് നമ്മൾ ചെയ്തു തുടങ്ങണം. ഇപ്പോൾ വെറുതെ നമ്മളുടെ മുറിയിൽ വളരെ അലങ്കോലമായി കിടക്കുന്ന നമ്മുടെ ഡ്രസ്സുകളും പുസ്തകങ്ങളും, നമ്മൾ വീട്ടിൽ പോയി പുസ്തകങ്ങളൊക്കെ വൃത്തിയായിട്ട് സ്ഥലത്ത് അടക്കി വെച്ച് ഡ്രസ്സൊക്കെ അച്ഛനെയും അമ്മേനെയും വിളിച്ച് മടക്കി വെപ്പിക്കാതെ നമ്മൾ തന്നെ ഇസ്തിരിയിട്ട് ഒതുക്കി ഓരോ വൃത്തിയായിട്ടൊരു വ്യവസ്ഥയോടെ വെച്ച് നമ്മളവിടെ വന്ന് ഇരുന്നാൽ നമുക്ക് തന്നെ നമ്മളോട് റെസ്പെക്റ്റ് തോന്നും. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ആരെങ്കിലും നമുക്ക് തരേണ്ടതല്ല. നമുക്ക് നമ്മുടെ സെൽഫിനോട് റെസ്പെക്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ എന്തൊക്കെ നമുക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്യാം, എൻ്റെ വീട്ടിൽ എന്തൊക്കെ ഞാൻ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞാൻ തന്നെ ചെയ്തു തുടങ്ങിയാൽ എനിക്കുണ്ടാകുന്നതിന് പറയുന്ന പേരാണ് സെൽഫ് റെസ്പെക്റ്റ്. ഈ സെൽഫ് റെസ്പെക്റ്റ് ഇപ്പോൾ കുറവാണ്. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടായി. അപ്പോൾ ഈ സെൽഫിനോട് റെസ്പെക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ തന്നെ നമ്മളോട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിലൂടെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ട് അതൊന്നും പൂവണിയാതെ പോകുമ്പോൾ വിഷമമുണ്ടാവും, തകർന്നു പോവില്ല. വിഷമം എന്തായാലും ഉണ്ടാവും, പക്ഷെ തകർന്നു പോകുന്നത് നമ്മൾക്ക് നമ്മുടെ വീടിന് നല്ല ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, ഞാനുൾപ്പെടെ എല്ലാവരും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുക എന്നതിന് പ്രയോറിറ്റി കൊടുത്ത് ജീവിച്ചു തുടങ്ങിയാൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ഓർത്ത് നമുക്ക് ജീവിതം നഷ്ടപ്പെടില്ല. ആ നഷ്ടങ്ങളെ മുഴുവൻ അതിജീവിച്ച് മുമ്പോട്ടേക്ക് നടക്കാനുള്ള ഇമോഷണൽ സ്ട്രെങ്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് ശീലിക്കുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും.